ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കനിയുടെയും ജോണിന്റെയും വിവാഹത്തിനായി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയ ടീച്ചറമ്മ അവിടെങ്ങും ആരെയും കാണാതെ ശിവരാമേട്ടനെ വിളിച്ച് എവിടെ എത്തിയെന്നും കനിയും കുഞ്ഞിയും കൂടെയുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അവർ കൂടെയില്ലെന്നും താനും സാറും റജിയും മാത്രമേ ഉള്ളൂവെന്നും ശിവരാമേട്ടനും പറയുകയാ. അപ്പോ അവരെവിടെ പോയെന്ന് സരസ്വതി അമ്പരപ്പോടെ ചോദിക്കേ. ഞാൻ കണ്ടില്ല, അവരിറങ്ങിയെന്നാ ഞാൻ കരുതിയത്. ഓഫീസറെ വിളിക്കുന്ന കാര്യം ഇന്നലെ പറഞ്ഞില്ലേ, അതിന് വല്ലതും ഇറങ്ങിയതായിരിക്കുമെന്ന് ശിവരാമേട്ടനും. അത് ഈ തിരക്കിനിടയിൽ പിള്ളേർ എന്തിനാ പോയത്, റജിയെ വിടാമെന്നല്ലേ നമ്മൾ ആലോചിച്ചത് എന്ന് സരസ്വതി ടെൻഷനോടെ പറയേ. സ്ഥലവും മാറിയില്ലേ, ഇനിയിപ്പോ വിളിക്കണ്ടല്ലോ എന്ന് ശിവരാമേട്ടനും. ഏട്ടാ, ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമാ ഓഫീസിലാണെന്ന് അറിയുന്നത്. രണ്ടെണ്ണവും അക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നേ. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ലെന്ന് ടീച്ചറമ്മ പറയേ. അവർ ചിലപ്പോ വണ്ടിയിലായിരിക്കും കൊച്ചെ, നമുക്ക് നോക്കാമെന്ന് ശിവരാമേട്ടൻ ആശ്വസിപ്പിക്കേ. ശരിയെന്ന് പറഞ്ഞ് സരസുവും കോൾ വെക്കുകയാ. അപ്പോഴേക്കും മഹേഷും ഫാമിലിയും രജിസ്ട്രാർ ഓഫീസിൽ എത്തുകയാ. അവർ അകത്തേക്ക് കയറി അമ്മയുടെ അരികിൽ എത്തുമ്പോഴേക്കും അവരെ കണ്ട അമ്മയും പറയുന്നുണ്ട്, എടാ അവസാന നിമിഷം സ്ഥലം അറിയതാ വിഷയമായത്. അത് കേൾക്കെ മഹേഷും പറയുന്നുണ്ട്, അമ്മ ഈ പറഞ്ഞത് ബോംബെയിലൊക്കെ ആണെങ്കിൽ വല്ലതും നടക്കും കേട്ടോ. ഞാൻ ഇവിടെയെങ്ങും കേട്ടിട്ടില്ല ഈ വീട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു ഇപ്പോ അങ്ങനെയൊക്കെ സൗകര്യമുണ്ടാവുമെന്ന്. അത് കേൾക്കെ അമ്മയും പറയുന്നുണ്ട്, അല്ലടാ ഹോം മാരേജ് രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷെ അച്ഛനോ അമ്മയ്ക്കോ മറ്റോ സഞ്ചരിക്കാൻ പറ്റാതിരിക്കോ മറ്റോ വേണം. ഇത് ശരിയാക്കിയെന്ന് ചേച്ചി പറഞ്ഞപ്പോ എന്തെങ്കിലും സ്വാധീനത്തിൽ ശരിയാക്കിയതുമെന്ന് ഞാനും വിചാരിച്ചു. പെട്ടെന്ന് അങ്ങ് മാറിയപ്പോ വല്ലാത്തൊരു വെപ്രാളമെന്ന് അമ്മ പറയുമ്പോഴേക്കും രാധയും ഫാമിലിയും അങ്ങോട്ടെത്തുകയാ. അവർ കാറിൽ നിന്നിറങ്ങുന്നത് കാണെ ആ അളിയെ വന്നല്ലോ, അമ്മേ ഒന്ന് കാണട്ടെ, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് മഹേഷും ഫാമിലിയും അങ്ങോട്ട് പോവുകയാ. വിഷ്ണു വണ്ടി പാർക്ക് ചെയ്യാനായി പോകുമ്പോഴേക്കും രേണു രാധയെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കല്ലവും കാവ്യയും ഋതുവും കൂടി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാ. ദേ, അപ്പയുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് ഋതു പറയേ. അതുകൊണ്ടാണോ നീ ഇത്രയും സ്റ്റൈലിൽ വന്നിരിക്കുന്നത് എന്ന് കാവ്യയും ചോദിക്കുകയാ. അപ്പയുടെ മാരേജ് ആവുമ്പോ നമ്മൾ കത്തി നിൽക്കണ്ടേ എന്ന് ഋതു ചോദിക്കേ. അത് വേണം. എടാ, നിന്റെ ഹെയർ സ്റ്റൈലും കനിക്കുഞ്ഞയുടെ ഹെയർ സ്റ്റൈലും സെയിം ആണല്ലോ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കല്ലവും പറയുന്നുണ്ട്, പക്ഷേ ടിസ്റ്റ് ഉണ്ട് പിള്ളേരെ എന്ന്. എന്ത് ടിസ്റ്റ് എന്ന് കാവ്യ ചോദിക്കേ. വെയിറ്റ് ചെയ്യുന്ന കല്ലുവും. അപ്പോഴേക്കും ശിവരാമേട്ടനും കൂട്ടരും അങ്ങോട്ടെത്തുകയാ. കാറിൽ നിറങ്ങിയ കൃഷ്ണചന്ദ്രൻ സാറിനെ വാക്കറെ പിടിച്ച് നടക്കാൻ ശിവരാമേട്ടൻ സഹായിക്കുമ്പോഴേക്കും സരസുവും അങ്ങോട്ട് ഓടിയെത്തുകയാണ്. അവർ സാറിനെയും കൊണ്ടുവരുന്ന കാഴ്ചയെ നോക്കി നിൽപ്പ മഹേഷും രേണുവും. സാറിനെ നമുക്ക് ഓഫീസിന് മുന്നിലത്തെ ചെയറിൽ ഇരുത്താമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ സാറിനെയും കൊണ്ടുപോകെ. ഋതുവും അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്ന്, അച്ഛ നമ്മുടെ പ്രൊജക്ടിന്റെ കാര്യം മറക്കണ്ട. സുഹാസിനി മൂലായ്, നീന ഗുപ്ത, ടീന ടോണർ ഒക്കെ ഓർമ്മയുണ്ടല്ലോ അച്ഛാ എന്ന് ചോദിക്കേ. അതിനി അച്ഛൻ മറക്കോ അല്ലേ മഹേഷേട്ടാ എന്ന് ചിരിയോടെ രേണുവും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ മഹേഷും ഒരു പുഞ്ചിരിയോടെ നിൽക്കെ, അച്ഛാ രാധയപ്പയോടും ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്ക്. നിങ്ങളാണ് ഇക്കാര്യത്തിൽ ശരിക്കും റിബൽ എന്ന് ഋതുവും. സാറിനെ ഓഫീസിന് മുന്നിലെ ചെയറിൽ കൊണ്ടിരുത്തുമ്പോഴേക്കും കനിക ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. അതാ സാർ ഞാനും നോക്കുന്നതെന്ന് ടെൻഷനോടെ സരസ്വതി പറയേ. ടെൻഷൻ ആവണ്ട സരസ്വതി, പാർവതിയും ലക്ഷ്മിയും മേരിക്കുട്ടിയും ഒന്നും എത്തിയില്ലല്ലോ, സമയമാവുന്നല്ലേ ഉള്ളൂ എന്ന് സാറ് പറയേ. എടാ മോനെ റിജി, ഹാരം എടുപ്പിക്കണ്ടേ, വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടെന്ന് ഞാൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു എന്ന് ടീച്ചറമ്മ പറയേ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ റജി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ പുറത്ത് മഹേഷ് ഋതു പറഞ്ഞ കാര്യങ്ങളെല്ലാം രാധയോട് പറയുകയാ. അങ്ങനെ ആ പ്രൊജക്റ്റിൽ ഹെൽപ്പ് ചെയ്യിച്ച് ഋതുവിന്റെ വക എനിക്ക് ഉപദേശം എന്ന് മഹേഷ് പറയേ. എടാ, കൊച്ചു പിള്ളേര് പറയുന്നതാണോ കാര്യം എന്ന് രാധയും ചോദിക്കുക. കൊച്ചാണെങ്കിലും അവൻ പറയുന്നതൊക്കെ ശരിയാ, എനിക്കത് ബോധ്യപ്പെട്ടു. പിന്നെ നമ്മൾ ഇനി അമ്മയുടെ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മഹേഷ് പറയേ. രാധയും ഇഷ്ടക്കേടോടെ, നീ ആ കൊച്ചു ചെറുക്കം പറയുന്നതും കേട്ടിരുന്നോ എന്ന് പറയുന്നുണ്ട്. ചേച്ചി കേട്ടുപോയില്ലേ, പിന്നെ ഇനി അവിടുത്തെ കാന്താരികള് ചേച്ചിക്ക് അടുത്ത പണി തരും, സൂക്ഷിച്ചോ എന്ന് മഹേഷും. ഞാൻ പറഞ്ഞതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് രാധ തീർത്ത് പറയേ. ചിലരെ കിട്ടിയാലേ പഠിക്കൂ, അപ്പൊ പഠിച്ചോ എന്ന് മഹേഷും. അപ്പോഴേക്കും വിഷ്ണു അവരുടെ അടുത്തേക്ക് വന്ന്, എടാ കല്യാണ പെണ്ണിനെ കാണുന്നില്ലെന്ന്. അമ്പരപ്പോടെ അവൾ ഇതിവിടെ പോയി എന്ന് രാധ ചോദിക്കേ. അവള് കിളിപോയ പെണ്ണല്ലേ, അവൾ അവളുടെ കെട്ടും പാണ്ഡവും ഒക്കെ എടുത്ത് വല്ല ടൂറും പോയി കാണും, ഒന്നും പറയാൻ പറ്റില്ലെന്ന് മഹേഷും പറയേ. ഇനി എന്തു ചെയ്യൂടാ മഹേഷേ എന്ന് രാധയും ചോദിക്കുക. അപ്പോഴേക്കും അവരുടെ മുന്നിൽ ഒരു കാർ കൊണ്ടുവന്ന് നിർത്തുകയാ. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ലക്ഷ്മി കുഞ്ഞ അവരെ നോക്കുമ്പോഴേക്കും സന്തോഷത്തോടെ ലക്ഷ്മി കുഞ്ഞ എന്ന് വിളിക്കുന്നുണ്ട് രാധയും മഹേഷുമെല്ലാം. ലക്ഷ്മി കുഞ്ഞ മഹേഷിനോടായി ചോദിക്കുന്നുണ്ട്, എടാ മഹേഷേ, ഞാൻ വന്നത് നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു എന്ന് മഹേഷ് പറയേ. എന്നിട്ട് നിനക്ക് കാണാൻ വരാനൊന്നും തോന്നിയില്ല അല്ലേ എന്ന് ലക്ഷ്മി കുഞ്ഞയും ചോദിക്കുന്നുണ്ട്. അല്ല, ഞങ്ങള് വരാനിരിക്കായിരുന്നു എന്ന് മഹേഷ് പരങ്ങളോടെ പറയേ. ഓ ശരി, ഞാൻ പോയിട്ടായിരിക്കുമെന്ന് ലക്ഷ്മി കുഞ്ഞയും. അല്ല രാധമോളെ, സുഖമല്ലേ എന്ന് ലക്ഷ്മി കുഞ്ഞ ചോദിക്കേ. സുഖം എന്ന് രാധയും. വിഷ്ണു ചിറയൂരെത്തിയല്ലേ എന്ന് വിഷ്ണുവിനോടായി ലക്ഷ്മി കുഞ്ഞ ചോദിക്കേ. അതെ എന്ന് വിഷ്ണുവും. എന്നാ ശരിയെന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ കാർ പാർക്ക് ചെയ്യാനായി പോകുമ്പോഴേക്കും അവിടെ ശിവരാമേട്ടനും ടെൻഷനോടെ മൊബൈലിൽ ആരെയോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശിവരാമേട്ടൻ ഓടിച്ചെന്ന്
കാറിന്റെ ഗ്ലാസ്സിൽ തട്ടി ലച്ചു താഴ്ത്തിക എന്ന് പറയേ ലക്ഷ്മി കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ആ ഏട്ടാ എന്തായി എന്ന് ചോദിക്കുക. കനിയും വീണയും ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ശിവരാമേട്ടൻ ടെൻഷനോടെ പറയേ ഈ പിള്ളേർ ഇതെവിടെ പോയി? അല്ല ചടങ്ങിന് വല്ലതും വാങ്ങാൻ വല്ലതും പോയതായിരിക്കുമെന്ന് ലക്ഷ്മിയും. അത് കല്യാണ പെണ്ണാണോ പോകുന്നത് എന്ന് ശിവരാമേട്ടൻ ചോദിക്കേ. ഓ അത് ശരിയാണല്ലോ, എന്തായാലും ഞാൻ കാറിലുണ്ടാവും. എനിക്ക് തണുപ്പിന്ന് വന്നിട്ട് ചൂട് സഹിക്കുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, വിളിച്ചാ മതിയെന്ന് ലക്ഷ്മി പറയേ. ശരിയെന്ന് പറഞ്ഞ് ശിവരാമേട്ടനും അവിടുന്ന് പോവുകയാ. അവിടെ ടീച്ചറമ്മയും ടെൻഷനോടെ മേരിക്കുട്ടി വിളിക്കുക. ആ മേരി നിങ്ങൾ എവിടെ എത്തി? ഷോ എടി ഇവിടെ ആൾക്കാരൊക്കെ വന്നു, നീ ഒന്ന് നിർബന്ധിച്ച് പറഞ്ഞിറക്ക്. ഇവിടെ കനിയും കുഞ്ഞിയൊന്നും കണ്ടില്ല, എവിടെ പോയോ എന്തോ. നീ എന്തായാലും ജോണിനെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്ക് കേട്ടോ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുകയാ. അവിടെ ജോണിന്റെ വീട്ടിൽ ഡ്രസ് ഒന്നും മാറാതെ ടെൻഷനോടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് ജോൺ. മേരിക്കുട്ടി ടീച്ചർ അങ്ങോട്ട് വന്നേ. ജോണെ നമുക്ക് ഇറങ്ങണ്ടേ? എണീറ്റ് റെഡിയാകുന്നു പറയേ. എനിക്ക് കഴിയുന്നില്ലമ്മ എന്ന് ജോണും ടെൻഷനോടെ പറയുന്നുണ്ട്. എടാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞാ എന്ത് ചെയ്യും? നീ തന്നെയല്ലേ നേരത്തെ എല്ലാത്തിനും സമ്മതിച്ചെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അമ്മേ എനിക്കതിന് പറ്റണ്ടേ എന്ന് ടെൻഷനോടെ ജോൺ ചോദിക്കുമ്പോഴേക്കും കനി തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ട് എത്തുകയാ. ആരാ വന്നെന്ന് നോക്കിക്കൊണ്ട് കനിയാണല്ലോ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ അങ്ങോട്ട് പോകുമ്പോഴേക്കും പുറകെ ഒരു ടാക്സിയിൽ വീണയും സന്തോഷവും അങ്ങോട്ട് വന്നിറങ്ങുന്നുണ്ട്. വീണ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടിക്കയറുമ്പോഴേക്കും മോളെയെന്ന് മേരിക്കുട്ടി ടീച്ചർ വിളിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് ഓടിക്കയറി ചെന്ന് ജോൺ ഏട്ടാന്ന് സങ്കടത്തോടെ വിളിക്കുമ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ടെൻഷനോടെ ഇരിക്കുന്ന ജോണും അമ്പരപ്പോടെ എഴുന്നേറ്റ് വീണ എന്ന് വിളിക്കുക. ജോൺ ഏട്ടാന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് വീണ ഓടിച്ചെന്ന് ജോണിനെ കെട്ടിപ്പിടിക്കുക. അവനും അവളെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവൾ ആ നെഞ്ചത്ത് കിടന്ന് പൊട്ടിക്കരയുകയാ. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും കനിയും സന്തോഷവും അങ്ങോട്ടെത്തുന്നുണ്ട്. വീണയപ്പോഴേക്കും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ജോണിനോടായി പറയുന്നുണ്ട്. എത്ര നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല ജോണേട്ടാ, ഒരു വഴിയുമില്ലാതെ ഞാൻ ഇറങ്ങിയതാ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. സന്തോഷേട്ടനാ എന്നെ കണ്ടതെന്ന് വീണ പറയേ. സന്തോഷം ഒരു ചിരിയോടെ ജോണിനെ തന്നെ നോക്കി നിൽപ്പാ. അപ്പോഴേക്കും കനിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് പലതവണ ചോദിച്ചായിരുന്നു ജോണേട്ടനോട് ഒപ്പമുള്ള ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോന്ന്. അന്നേരം നീ ഒന്നും വേണ്ടിയില്ല. എടി നിനക്ക് പറയാനുള്ളത് വാ തുറന്നു പറ എന്നവൾ പറയേ. വീണ വീണ്ടും ജോണിന്റെ നെഞ്ചത്തേക്ക് ചാഞ്ഞ് സങ്കടത്തോടെ പറയുന്നുണ്ട്. എനിക്ക് ജോണേട്ടനോടൊപ്പം ജീവിക്കണമെന്ന്. അപ്പൊ ജോണേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കനി ചോദിക്കേ. ഞാൻ വീണയുടെ ഒരു എസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ജോണും. ഓ അപ്പൊ രണ്ടും കൂടി നൈസ് ആയിട്ട് എന്നെ തേച്ചൊട്ടിച്ചല്ലേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. സോറി കനി, റിയലി സോറി എന്ന് ജോണും. സോറിയൊക്കെ 4 ആയി മടക്കി പോക്കറ്റിലിട്ടാ മതി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഒരു ചിരിയോടെ മേരിക്കുട്ടി ടീച്ചറെ ചേർത്ത് പിടിച്ച് കനി പറയുന്നുണ്ട്. ഇതേ ഞങ്ങള് നിങ്ങൾക്കിട്ട് പണിഞ്ഞ പണിയാണെന്ന്. അത് കേൾക്കെ അമ്പരപ്പോടെ വീണയും ജോണും പരസ്പരം നോക്കേ. കനി ചിരിയോടെ പറയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് പറയിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു ചെറിയ കളി എന്ന് പറഞ്ഞ് കനിയും മേരിക്കുട്ടി ടീച്ചറും പൊട്ടിച്ചിരിക്കെ. എന്ത് കളി എന്ന് ജോണും. എന്റെയും ടീച്ചറിന്റെയും ചെറിയമ്മേന്റെയും ഒരു ചെറിയ കളി എന്നവൾ പറയുന്നത് കേൾക്കെ വീണയും ജോണും അമ്പരപ്പോടെ പരസ്പരം നോക്കി നിൽക്കുക. സന്തോഷം ഒരു ചിരിയോടെ അവരെ തന്നെ നോക്കി നിൽപ്പാ. കനി അപ്പോഴേക്കും അക്കാര്യങ്ങളെല്ലാം അവരോട് തുടർന്ന് പറയുകയാ. അമേരിക്കയിലായിരുന്ന കനി ചെറിയമ്മയെ വിളിക്കുന്നതും ചെറിയമ്മ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ചെറിയമ്മ, ലക്ഷ്മിക്കുഞ്ഞ നല്ല ഉറക്കത്തിലാണേ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാനാ ഞാൻ വിളിച്ചെന്ന് അവൾ പറയേ. എന്താടി പറയേ എന്ന് സംശയത്തോടെ ചെറിയമ്മയും ചോദിക്കുക. നമ്മുടെ ഈ ഡിസ്കഷനിൽ ഒരാൾ കൂടിയുണ്ട് എന്നവൾ പറയേ. ഡിസ്കഷനോ? ആരാ വരാനുള്ളതെന്ന് സംശയത്തോടെ ചെറിയമ്മ ചോദിക്കേ. മേരിക്കുട്ടി ടീച്ചർ. അനെ ടീച്ചർ എന്നെ ആഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കനി മേരിക്കുട്ടി ടീച്ചറെയും വിളിക്കുക. മേരിക്കുട്ടി ടീച്ചർ കോളിൽ വരുമ്പോഴേക്കും ഹലോ ടീച്ചറെ, ചെറിയമ്മയും കോളിലുണ്ടേ എന്നവൾ പറയേ. സന്തോഷത്തോടെ. ആണോ, അത് സൗകര്യമായല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചറും. ചെറിയമ്മ വീണ അടുത്തുണ്ടെങ്കിൽ അവിടുന്ന് സേഫ് ആയ സ്ഥലത്തേക്ക് മാറിക്കോ എന്ന് കനി പറയേ. ടീച്ചറമ്മ ചുറ്റും നോക്കിക്കൊണ്ട് അവൾ ഇവിടില്ല, നീ പറയേ എന്ന് പറയേ. ടീച്ചറെ അടുത്ത് ജോണേട്ടനുണ്ടോ എന്ന് മേരിക്കുട്ടി ടീച്ചറോടായി കനി ചോദിക്കുന്നുണ്ട്. ഇല്ല, അവൻ പുറത്തു പോയെന്ന് മേരിക്കുട്ടി ടീച്ചറും. കനി എപ്പോഴേക്കും പറയുന്നുണ്ട്. ഞാൻ ജോണേട്ടന്റെയും വീണയുടെയും കാര്യം സംസാരിക്കാനാ വിളിച്ചത്. ജോണേട്ടൻ പറഞ്ഞതിന് ഇതുവരെ യാതൊരു റെസ്പോൺസും കൊടുക്കാതിരിക്കുകയല്ലേ വീണ. അവള് സന്തോഷത്തിന്റെ കാര്യങ്ങൾക്ക് പുറകെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാര്യങ്ങള് ഒരു കരയ്ക്ക് എത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം എന്നൊക്കെ കനി പറയേ. എങ്ങനെയെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുക. ഇതിപ്പോ ആരും ഇടപെടാണ്ട് ഇരുന്നാല് നാളെ നീള എന്നുള്ള പരിപാടിയായിരിക്കും. ഒരിക്കലും ഇതൊരു തീരുമാനത്തിലും എത്തത്തില്ല. ജോണേട്ടനാണെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ നനഞ്ഞ മട്ട. ഇതിനേക്കാൾ ദുരന്തമാണ് ജോണേട്ടന്റെ കാര്യം. ഈ രണ്ടിനെയും കൊണ്ട് ഞങ്ങൾക്ക് കെട്ടിയേ പറ്റൂ എന്ന് പറയിപ്പിക്കണം എന്ന് കനി പറയേ. അത് കുറെ നടന്നേനെ എന്ന് ടീച്ചറമ്മയും. അത് അവരായിട്ട് പറയത്തില്ല, അപ്പൊ നമുക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റണം എന്ന് കനി പറയേ. അതെങ്ങനെ പറയിക്കും കനി എന്ന് മേരിക്കുട്ടി ടീച്ചറും. വഴിയുണ്ടെന്ന് അവൾ പറയേ. എന്ത് വഴിയെന്ന് ചെറിയമ്മയും. ദേ ഇവിടെ ഇപ്പം വിന്റർ വെക്കേഷനാ, നാട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജോണേട്ടനെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് പറയും. അന്നേരം നിങ്ങൾ രണ്ടാളും എന്നെ സപ്പോർട്ട് ചെയ്യണം. അന്നേരം ജോണേട്ടനും വീണയ്ക്കും ഒരു വെപ്രാളമാവത്തില്ലേ. അന്നേരം നിങ്ങളെ വിവാഹകാര്യം മുന്നോട്ട് നീക്കണം. അന്നേരം അവരുടെ സകല നിയന്ത്രണവും പോവും.
അപ്പൊ രണ്ടും ഉള്ള കാര്യം വിളിച്ചു പറഞ്ഞോളൂ എന്നൊക്കെ കനി തന്റെ പ്ലാൻ പറയേ. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ നടക്കുവോടി എന്ന് ചെറിയമ്മയും ചോദിക്കുക. നമ്മൾ നടത്തിയെടുക്കണം, അതാണ് നമ്മുടെ മിടുക്കെന്ന് കനിയും. ടീച്ചറെ എന്തു പറയുന്നു എന്നവൾ മേരിക്കുട്ടി ടീച്ചറോടായി ചോദിക്കേ. നീ സംഗതി റിസ്ക് കളിയാണേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലേ എഞ്ചിനും നമ്മളും തവിട് പൊടിയാവും എന്ന് പറയുന്നത് കേൾക്കെ ആ ശരിയാ എന്ന് ടെൻഷനോടെ സരസ്വതിയും പറയുക. സംഭവം നേരെ ഓപ്പറേറ്റ് ചെയ്താൽ നടക്കും. ഇക്കാര്യം പിന്നെ നാലാമതൊരാൾ അറിയരുത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യണം എന്ന് കനി പറയാ. ഡി മേരി, നീ ഓവറാക്കി ചളമാക്കുമോന്ന എന്റെ പേടിയെന്ന് സരസു. ഒന്ന് പോടി, നീ വലിയൊരു നടി എന്ന് മേരിക്കുട്ടി ടീച്ചർ സരസുവിനെയും വഴക്ക് പറയുക. നിങ്ങൾ രണ്ടുപേരും അതിൽ തർക്കിക്കൊന്നും വേണ്ട. ഇക്കാര്യം സക്സസ് ആയിട്ടുണ്ടെങ്കിലേ നിങ്ങൾ രണ്ടുപേരും മികച്ച നടികളാണെന്നേ ഞാൻ പറയൂ. അപ്പോ ബാക്കി അംഗം ഞാൻ വന്നിട്ട് എന്ന് കനി പറയേ. ഓ ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ചെറിയമ്മയും. അതുകൾക്കെ കനി ബൈ പറയുമ്പോഴേക്കും എല്ലാവരും ബൈ പറഞ്ഞ് കോൾ വെക്കുകയാ. എല്ലാം കേട്ടുകഴിഞ്ഞ് വീണയും അമ്പരപ്പോടെയും സംശയത്തോടെയും ജോണിനെയും കനിയെയും നോക്കി നിൽക്കെ കനി വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെയൊന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കളിച്ചതാ. ഞങ്ങളുടെ പ്ലാൻ ഭംഗിയായി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ആ തീരുമാനവുമായി അച്ഛനും അമ്മയും എത്തിയത്. ഞങ്ങൾ ശരിക്കും ലോക്കഡായി എന്ന് പറഞ്ഞവൾ അക്കാര്യം ഓർത്തെടുക്കുകയാ. കനിയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ അധികാരം കാണിക്കാനൊന്നുമല്ല വന്നത്, കനിയുടെ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയാനാ എന്ന് അന്ന് അമ്മ മാധവത്തിൽ വന്ന് പറഞ്ഞതും പിന്നീട് ടീച്ചറമ്മ അക്കാര്യം മേരിയെ വിളിച്ചറിയിക്കുന്നതുമെല്ലാം അവൾ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. കനിയോടൊപ്പം റൂമിന്റെ ഡോറടച്ച് ടീച്ചറമ്മ മേരിയെ വിളിച്ച് പറയുകയാ. എടി മേരി, പാർവച്ചിയും രാമേട്ടനും വന്നിരുന്നു. അവർക്ക് കനിയുടെ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു എന്ന് സരസു പറയേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് മേരിയും ചോദിക്കുക. ആകെ കുരുങ്ങി ടീച്ചറെ. അവര് രണ്ടാളും പിരിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഒരു കാര്യത്തിന് ഒന്നിച്ചെത്തിയതാ. ഇതിപ്പോ രണ്ടാളും ചേർന്നിട്ടൊരു തീരുമാനവും പറഞ്ഞു. കുടുംബം പിരിച്ചു വിടുന്നതുവരെ രണ്ടാളും ഒരേ തീരുമാനം പറഞ്ഞ ഒറ്റ കാര്യം പോലും എന്റെ ഓർമ്മയിലില്ല. ഇങ്ങനൊരു തീരുമാനം തന്നെ ആദ്യമായിട്ടാ. എന്ത് ചെയ്യും ടീച്ചറെ ഇനി എന്ന് കനി ടെൻഷനോടെ ചോദിക്കുക. ഉള്ള കാര്യം നമുക്ക് അവരോട് പറഞ്ഞാലോ മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുക. അതുകൾക്ക് ടീച്ചറമ്മയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. എടി പിന്നെ എല്ലാം കൊളാവൂലേ, നമ്മൾ അവരെ പറ്റിച്ച പോലെ ആവൂലേ കാര്യങ്ങള്. അതും നേരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കേ. എന്തേലും ഒരു വഴി തെളിയും, അപ്പൊ നോക്കാം. അതുകൾക്ക് കനിയും പറയുന്നുണ്ട്. അവസാനം നിങ്ങൾ രണ്ടുപേരും കൂടി വലിയരുത്, ഞാനാ പെടാ എന്ന് കനി ഓർമ്മിപ്പിക്കേ. അത് സമ്മതം പറഞ്ഞ സ്ഥിതിക്ക് അവര് കല്യാണ ഒരുക്കങ്ങളിലേക്ക് കടക്കുമെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും കടക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് കനി മേരിക്കുട്ടി ടീച്ചറോടായി എന്തേലും വഴി പറ ടീച്ചറെ എന്ന് ടെൻഷനോടെ പറയേ. എന്റെ തലയിൽ ഇപ്പൊ ഒന്നും വരുന്നില്ല എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുകയാ. നേരത്തെ എല്ലാവർക്കും എത്ര ഐഡിയാസ് ആയിരുന്നു. സത്യത്തിലെ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സംശയമുണ്ട് എന്ന് കനി സംശയത്തോടെ പറയേ. നീ ചുമ്മാ ടെൻഷൻ ആക്കല്ലേ, നമുക്ക് എന്തേലും പരിഹാരം ഉണ്ടാക്കാമെന്ന് ചെറിയമ്മ പറയേ. എപ്പോ ഇനി കെട്ട് കഴിഞ്ഞിട്ടോ എന്ന് കനിയും. മര്യാദയ്ക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരണം രണ്ടും കൂടി, അല്ലെങ്കിൽ ഞാൻ നാട് വിട്ടുപോകും പറഞ്ഞേക്കാം എന്ന് കനി പറയുന്നത് കേൾക്കെ. അയ്യോ കനി, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ജോണും അതിലെ നടന്നു പോകുന്നത് കാണേ. അവൻ പോയി കഴിഞ്ഞ മേരിക്കുട്ടി ടീച്ചറും ശബ്ദം താഴ്ത്തി. ശരി, അപ്പുറത്ത് ജോണുണ്ട്, അവനുള്ളപ്പോ കംഫർട്ടായിട്ട് സംസാരിക്കാൻ പാടാ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കോൾ കട്ട് ചെയ്യുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് ടെൻഷനോടെ വീണയും ജോണും നിൽക്കുമ്പോഴേക്കും കനി വീണ്ടും പറയുന്നുണ്ട്. പ്രതീക്ഷിക്കാത്തത് പലതും നടന്നെങ്കിലും ഇപ്പോ കഥ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാ. ഇനി ആകെ ഒന്ന് കലങ്ങി തെളിയണമെന്ന് അവൾ പറയുന്നത് കേൾക്കെ ആശ്വാസത്തോടെയും സങ്കടത്തോടെയും അവളെ നോക്കി നിൽക്കുന്ന ജോണിനെയും വീണയെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.